3 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ഒരു വ്യക്തി യഥാർത്ഥത്തിലുള്ള ഒരു പ്ലാനിങ്ങിലൂടെ അയാളുടെ ജീവിതത്തിൽ നേടിയെടുക്കുന്നത്. 3 കാര്യങ്ങൾ നമുക്ക് ഇന്ന് സംസാരിക്കാം. അതിൽ ഒന്നാമത്തേത് കൺട്രോളാണ്. കൺട്രോൾ. ഒരു സാധാരണ മനുഷ്യൻ പ്ലാനിങ് ചെയ്യുന്നത് വഴി ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ കൺട്രോൾ എന്താണ്, എന്തൊക്കെ ജീവിതത്തിൽ തൻ്റെ ലൈഫിൻ്റെ പൂർണ്ണമായ കൺട്രോള് അയാൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അത് പ്ലാനിങ് വഴി മാത്രം നേടിയെടുക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ഗെയിനാണ്, ഒരു വലിയ സംഭവമാണ്. പ്ലാനിങ് കുറഞ്ഞ എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പ്ലാനിങ് കുറഞ്ഞ ആളുകളിൽ എൻ്റെ കൺമുമ്പിലൂടെ ഓരോ ദിവസവും ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ വീട്ടിലുള്ള ആളുകളൊക്കെ പലപ്പോഴും പ്ലാനിങ് കുറഞ്ഞ ആളുകളായിട്ട് പലപ്പോഴും നമ്മളെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒബ്സർവ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരുടെ ലൈഫിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിൽ നിന്ന് കുറവാവുകയോ ഇല്ലാതാവുകയോ തീരെ കൺട്രോൾ ഇല്ലാത്ത ഒരു ജീവിതം നയിക്കുകയോ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി ആരൊക്കെയാണ് അങ്ങനെ കൺട്രോൾ കിട്ടാതെ ജീവിക്കുന്നത്? സാധാരണ മനുഷ്യനാവാം, വിദ്യാർത്ഥിയാവാം, ഒരു സോഷ്യൽ ലീഡർ ആവാം, ഒരു പൊളിറ്റിക്കൽ ലീഡർ ആവാം, ഒരു ലൈഫിൻ്റെ ലീഡർ ആവാം, ഒരു ബിസിനസ് ലീഡർ ആവാം, ആരും ആവാം. കൺട്രോൾ യഥാർത്ഥത്തിൽ അയാളുടെ കയ്യിലുണ്ടാവില്ല. പ്ലാനിങ് എന്ന് പറയുന്നത് അയാളെ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ മേലുള്ള ആധിപത്യം സ്ഥാപിക്കൽ കൂടിയാണ്. അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കില്ല എങ്കിൽ അതൊരു ഗുരുതരമായ പരാജയമായിപ്പോൾ. അപ്പോൾ തൻ്റെ മുകളിലുള്ള കൺട്രോൾ പ്ലാനിങ്ങിലൂടെ ഉണ്ടാക്കുക. അപ്പോൾ ഉറക്കത്തിനൊരു പ്ലാനിങ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഉണർന്നിരിക്കേണ്ട സമയത്തിനെ കുറിച്ച്, ഉണർന്ന് ആക്റ്റീവായി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ വർക്കിനെ കുറിച്ചൊരു കൺട്രോൾ, അപ്പോൾ എല്ലാറ്റിലും ഒരു കൺട്രോൾ തൻ്റെ കയ്യിൽ കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ പ്ലാനിങ് ഉള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിതത്തിൽ ഉടനീളം കൺട്രോൾ കിട്ടുള്ളൂ. ഇനി ഇപ്പം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ചു. ഇനി നമ്മളല്ല ആലോചിക്കണം, നമ്മളുടെ ലൈഫിൻ്റെ കൺട്രോൾ നമ്മുടെ ഭാഗത്തുണ്ടോ? പിന്നെ എൻ്റെ കയ്യിലുണ്ടല്ലോ, അതിനെന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓരോ ഭാഗവും ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു A4 പേപ്പർ എടുത്ത് 5-8 കോളമാക്കി, ഓരോ കോളത്തിലും ഒന്ന് സോഷ്യൽ, ഒന്ന് ഫിനാൻഷ്യൽ, ഒന്ന് ഹെൽത്ത്, ഒന്ന് ബ്യൂട്ടി, ഒന്ന് ഫുഡ്, ഒന്ന് എന്താ പറയുക ഫാമിലി, ഫിനാൻഷ്യൽ, ഇങ്ങനെ ഓരോ കോളം ക്രിയേറ്റ് ചെയ്ത് അതിനകത്തൊക്കെ കൺട്രോൾ നമുക്കുണ്ടോ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൺട്രോളിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ സോഷ്യൽ ലൈഫിൽ നമ്മുടെ കൺട്രോൾ ഉണ്ടോ? ഫിനാൻഷ്യൽ ലൈഫിൽ നമ്മുടെ കൺട്രോൾ ഉണ്ടോ? ഫാമിലി ലൈഫിൽ നമ്മൾ ശരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടോ? നമുക്ക് കൺട്രോൾ ഉണ്ടോ? ആസ് എൻ ഇൻഡിവിജ്വൽ ഗ്രോത്ത് ഓറിയന്റഡ് ആയിട്ട് ഗ്രോത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിനെ നമുക്ക് കൺട്രോൾ ഉണ്ടോ? ചില ആളുകൾ വളരെ അല്ലാതെ ആക്ട് ചെയ്യും. എനിക്ക് ഭയങ്കര കൺട്രോളാണ്, ഞാൻ ഭയങ്കര ലേണിംഗ് ആണ്, ഭയങ്കര നോളജ് ഗെയിനിങ് ആണ്, എനിക്ക് ആ വിഷയത്തിൽ വളരെ വലിയ അറിവുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ് ആക്ട് ചെയ്യുന്നത് കാണാം. ഓരോ ചുക്കും അറിവില്ല എന്നുള്ളത് അവരുടെ പ്രവൃത്തിയിൽ നിന്നും അവരുടെ തിങ്കിങ് എന്നും അവരുടെ മൂവ്മെന്റ് എന്നും അവരുടെ ഓരോ ദിവസത്തെ പ്രവൃത്തി നിന്നും കണ്ടാൽ മനസ്സിലാവും. അതൊരു പക്ഷേ ബിസിനസ് ലീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ലീഡർ ആയിരിക്കാം, സോഷ്യൽ ലീഡർ ആയിരിക്കും, പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും, ആരും ആവാം. പക്ഷെ അത് അവരുടെ ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇൻഡിവിജ്വലി അതിനെക്കുറിച്ചൊന്ന് സോർട്ട് ചെയ്ത് നോക്കിയാൽ, ലൈഫിന്റെ കൺട്രോളിനെ കുറിച്ചൊന്ന് സോർട്ട് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും അതിനകത്ത് എന്തുമാത്രം ഭീഷണി അദ്ദേഹത്തിന് സ്വയം നേരിടുന്നുണ്ട്, ഏതൊക്കെ ഏരിയയിൽ വീക്കാണെന്നുള്ളത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ 3 കാര്യം പറഞ്ഞു. രണ്ടാമതായിട്ട് ഒരാൾക്ക് ഉണ്ടാവുന്നത് ജീവിതത്തിന്റെ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. ക്ലാരിറ്റി കോച്ചുമാർക്ക് ഇഷ്ടംപോലെയുള്ള ഒരു കാലമാണിത്. അപ്പം പ്ലാനിങ് ഉള്ള ഒരാൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. ഡു യു ഹാവ് എനഫ് പ്ലാനിങ് ഇൻ യുവർ ലൈഫ്? സെയിം കോളംസ് റീസ്റ്റാർട്ട് ചെയ്ത് ആ കോളംസിനകത്ത് സ്റ്റിൽ ആ കോളംസ് എല്ലാം ക്ലാരിറ്റി ഓറിയന്റഡ് ആണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് മൂവ്. സോ ഡു വി ഹാവ് ദ പ്രോപ്പർ ക്ലാരിറ്റി ഇൻ അവർ ഹോൾ ലൈഫ് വെർ വി ആർ തിങ്കിങ് അബൌട്ട് കോളമൈസ്ഡ് കൺട്രോളിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു.
അവിടെ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള മനസ്സിലാവും. See, if there is no clarity at all, still you try to understand there is no proper planning happen in all these columns. ഈ കോളത്തിലൊന്നും കൃത്യമായ പ്ലാനിങ് നടന്നിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ കൺട്രോൾ ആണ് നമ്പർ 1. നമ്പർ 2 ക്ലാരിറ്റിയാണ്. പിന്നെ ക്ലാരിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ക്ലാരിറ്റിയുടെ ഒരു പ്രത്യേകത വേഗ്നെസ് ഇല്ലാതാവുന്നു എന്നർത്ഥം. എന്താണ് വേഗ്നെസ്? വേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു അൺക്ലിയർ ആയിട്ട് തിമിരം ബാധിച്ച ഒരാളെ നോക്കുമ്പോൾ കാണുന്നത് പോലെ അത്ര ശരിക്കും കാണുന്നില്ലടാ മോനെ, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുന്ന രൂപത്തിൽ തൻ്റെ കാഴ്ചക്ക് മങ്ങലേറ്റതുപോലെ തോന്നുന്ന ഒരു അവസ്ഥ, ഒരു ക്ലിയർ ഇല്ല എൻ്റെ മുമ്പിലിരിക്കുന്നത് ആരാണ് എന്ന് നമ്മൾ പറയാറുണ്ട് ചില ആളുകൾ. എന്നതുപോലെ ഉള്ള ഒരു അവസ്ഥ, ഒരു മങ്ങൽ, അതായത് ഒന്നിനും ഒരു വ്യക്തതക്കുറവ് എല്ലാറ്റിനും കാണാൻ സാധിക്കും. സോ അവ്യക്തമായ ഒരു കറണ്ടും അവ്യക്തമായ ഒരു ഫ്യൂച്ചറും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹി ഈസ് നോട്ട് പ്രോപ്പർലി പ്ലാനിങ് എന്നാണ്. ജീവിതത്തിന്റെ 365 ദിവസത്തിന് കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റാത്ത ഒരാൾ, അയാൾ വ്യവസായി ആവട്ടെ, കച്ചവടക്കാരനാകട്ടെ, ബിസിനസ് ലീഡർ ആവട്ടെ, പൊളിറ്റിക്കൽ ലീഡർ ആവട്ടെ, ആരായിരുന്നാലും അദ്ദേഹത്തിന്റെ കച്ചവടത്തിനോ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ലൈഫിനോ അദ്ദേഹത്തിന്റെ സോഷ്യൽ ലൈഫിനോ അദ്ദേഹത്തിന്റെ ഫാമിലി ലൈഫിനോ ഒന്നും ഒരു വ്യക്തമായ ക്ലാരിറ്റി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്പർ 2 ക്ലാരിറ്റി. നമ്പർ 1 ഈസ് കൺട്രോൾ, നമ്പർ 2 ഈസ് ക്ലാരിറ്റി, ആൻഡ് നമ്പർ 3 ആൻഡ് ദ ഫൈനൽ ഈസ് കോൺഫിഡൻസ്. ഇത്തരത്തിലുള്ള ആളുകളുടെ കോൺഫിഡൻസ് പലപ്പോഴും സംസാരിക്കുമ്പോൾ മുഖത്ത് ഇല്ലാതിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് മുഖത്ത് കാണാനില്ല എന്നതിനേക്കാൾ അപ്പുറത്ത് വളരെ വലിയ വെപ്രാളത്തോടു കൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഈ വ്യക്തികൾക്ക് ഉണ്ടാവുന്നതാണ് കോൺഫിഡൻറ്റ്. നമ്മൾ കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ രൂപത്തിൽ നമ്മൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ അതിന് അർത്ഥം എന്താണ്? പലപ്പോഴും പല ആളുകളും എന്നോട് ചോദിക്കാറുള്ള ചോദ്യം, സർ കോൺഫിഡൻസ് വളരെ കുറവാണ്, എന്താണ്, വേർ ഇസ് ദ പ്ലാനിങ്, പ്രോപ്പർ പ്ലാനിങ്, വിച്ച് ഏരിയ യു ഡോണ്ട് ഹാവ് കോൺഫിഡൻസ്? സർ എക്സാമിനെ കുറിച്ചാണ്. സി വെരി ക്ലിയർ, നിങ്ങൾ എക്സാമിനെ കുറിച്ച് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല, ആൻഡ് നിങ്ങളുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടില്ല, ഒരു ലേണിംഗ് നടത്തിയിട്ടില്ല, ഡേയ്സിന് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഒബ്വിയസ്ലി ദർ വിൽ ബി ലാക്ക് ഓഫ് കോൺഫിഡൻസ്. അപ്പോൾ അവിടെ കോൺഫിഡൻസ്, അപ്പോൾ സി പ്ലാനിങ് കൊണ്ട് കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നു, ക്ലാരിറ്റി ഗെയിൻ ചെയ്യുന്നു, കൺട്രോൾ ഗെയിൻ ചെയ്യുന്നു. ഈ 3 സിയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ പ്ലാനിങ് പ്രോപ്പറാണ്. ഇത് 3 നമുക്കില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് പ്ലാനിങ് തീരെ ഇല്ല എന്നാണ്. അപ്പം അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് ഓർ പ്രോസ് ഓഫ് എക്സാക്ട് പ്ലാനിങ് ഇൻ ലൈഫ് ഈസ് കൺട്രോൾ, ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ്. സോ ഗോഡ് ബ്ലെസ് യു, ഐ ലവ് യു ഓൾ. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും കമൻറ്റുകളും ഒക്കെ വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്താൻ മറക്കണ്ട. ലവ് യു all. Once again, thank you for being with Orange Apple Motivational Master. Bye.